ഹായ്, എല്ലാവർക്കും നമസ്കാരം. ട്രിവാൻഡ്രം മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുൻവശത്താണ്. അവിടെ ഒരു പുതിയൊരു സംഭവം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സെൽഫി പോയിൻ്റ്. നമ്മുടെ ഒരിക്കലും ശാപമോക്ഷം കിട്ടാതിരുന്ന ഒരു പാർക്കുണ്ട്. പൊന്നറ ശ്രീധർ പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്ക് നമ്മുടെ തമ്പാനൂരുണ്ട്. പക്ഷേ അത് കാലാകാലങ്ങളിലായി എപ്പോഴും പണിതീരാത്തൊരു വീടായിരുന്നു ഈ പാർക്ക്. ഇപ്പോൾ അത് മനോഹരമാക്കി ഒരു സെൽഫി പോയിൻ്റ്, അതായത് തിരുവനന്തപുരത്ത് വന്നിറങ്ങുന്നവർ തിരുവനന്തപുരത്ത് വന്നു എന്ന ഒരു അടയാളപ്പെടുത്തൽ രേഖപ്പെടുത്താൻ അവർക്ക് ഒരു സെൽഫി ഇവിടെ വെച്ചെടുക്കുവാനായി ഒരു സെൽഫി പോയിൻ്റ്. അത് ആരുടെ ആശയമായാലും വളരെ നല്ല ഒരു സംഭവം തന്നെയാണ്. അതോടുകൂടി ഈ പാർക്കിനും ശാപമോക്ഷം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ചകളാണ് ഇന്ന് ട്രിവാൻഡ്രം പൾസ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ രാജേഷ് കുമാർ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ പാർക്ക് ഇതുപോലെ തന്നെ മനോഹരമായി നിലനിർത്തുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. പൊതുവേ നമ്മൾ കണ്ടുവരാറുള്ളത് ആരംഭശൂരത്വം പോലെ ഓരോന്ന് തുടങ്ങുന്നു, പിന്നീടത് മെയിൻറ്റെയിൻ ചെയ്യാതെ നഷ്ടപ്പെടുന്നു. പക്ഷേ ഇതിൻ്റെ ഇപ്പോഴത്തെ നഗരസഭയുടെ സംഘാടനത്തിൽ അവർ ഇതിൻ്റെ പൂർണ്ണമായ ചുമതല അത് ഒരു നല്ലൊരു ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. അപ്പോൾ അവരത് നന്നായിട്ട് പരിപാലിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു മനോഹരമായ ഒരു ഫൗണ്ടൻ കൂടി അവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. നല്ലൊരു ഫൗണ്ടൻ കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകളും വളരെയധികം രസകരമായ ഒരു അനുഭവമാണ്. ഇവിടെ പൊന്നറ ശ്രീധറിൻ്റെ ഒരു ശില്പം ഇവിടെ ഉണ്ട്. അത് നമ്മുടെ നഗരസഭയുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ആദ്യകാല മേയർമാരിൽ ഒരാളായിരുന്ന പൊന്നറ ശ്രീധർ, അദ്ദേഹം ഒരു മികച്ച ഭരണാധികാരിയായിരുന്നു. നഗരത്തിൽ ഒരുപാട് തിരുവനന്തപുരം നഗരത്തിനെ ഇത്തരത്തിൽ മാറ്റിയെടുക്കുന്നതിൽ പൊന്നറ ശ്രീധറിൻ്റെ പങ്ക് വളരെ മികച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ പാർക്ക് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. പൊന്നറ ശ്രീധറിൻ്റെ പേരിൽ ഒരു സ്കൂളും നമ്മുടെ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. അത് എൻ്റെ നാട്ടിൽ തന്നെയാണ്. അതിനെക്കുറിച്ച് ഒരു വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഇപ്പോൾ ധാരാളം പേർ ഈ രാത്രികാലത്ത് സെൽഫി എടുക്കുവാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ഉമേഷ്. എങ്ങനെയുണ്ട് ഈ പരിപാടി? സൂപ്പർ അല്ലേ? നമ്മൾ തിരുവനന്തപുരത്ത് വരുമ്പോഴേക്കും അതിനൊരു പ്രത്യേക ഒരു ഭംഗി വരുന്നുണ്ട്. നേരത്തെ ഈ സ്വന്തം നാട്ടിലായതുകൊണ്ട് അതെ മുൻപ് ഈ പാർക്കിൻ്റെ അവസ്ഥ കണ്ടിട്ടുണ്ടല്ലോ, വളരെ പരിതാപകരമായിരുന്നു. അതെ. അപ്പോൾ എന്നാലും ധാരാളം പേര് ഇപ്പോൾ രാത്രികാലങ്ങളിലും പകലിലുമൊക്കെ ഇതിൻ്റെ ഫോട്ടോസ് എടുക്കാൻ വരുന്നുണ്ട്. എങ്കിലും തിരുവനന്തപുരത്ത് വരുന്നവർക്ക് ഇങ്ങനെ ഒരു ഫോട്ടോ കൂടി അവരുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അതെ അവർക്കൊരു ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റിയ നല്ലൊരു സംഭവമായിരിക്കും അല്ലേ? അതെ. അപ്പോൾ ഫോട്ടോസൊക്കെ എടുത്തല്ലോ, ആയിക്കോട്ടെ, വളരെ സന്തോഷം. ഈ പാർക്കൊക്കെ വളരെ മനോഹരമാക്കി ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ കോവിഡ് കാരണം അതിനുള്ളിലേക്ക് പ്രവേശനമുണ്ടോ എന്ന് അറിയത്തില്ല. എന്നിരുന്നാലും രാത്രി 10 മണിക്ക് ശേഷം ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ് അറിഞ്ഞത്. രാവിലെ പുലർച്ചെ അത് ഓപ്പണാകും. ഒരു മനോഹരമായൊരു കാഴ്ച തന്നെയാണ്. ഇന്ത്യയിലെ മറ്റു നഗരങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്ന ആ ഒരു മനോഹാരിതയുണ്ടല്ലോ, അത് നമ്മുടെ തിരുവനന്തപുരത്തും ഇങ്ങനെയുള്ള ചില കാഴ്ചകളിലൂടെ ഒരു ഓർമ്മപ്പെടുത്തലുകളായി എപ്പോഴും നിലനിർത്തുവാൻ ഇത്തരം കേന്ദ്രങ്ങൾ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒത്ത നടുവിൽ തന്നെ ഒരു മനോഹരമായ പാർക്കും, ആ പാർക്കിൽ ഇങ്ങനെ ഒരു സംഭവം ഒരുക്കിയ അതിൻ്റെ ശില്പികൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നൽകുന്നു. നമ്മുടെ തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ ധാരാളം പാർക്കുകൾ ഇനിയും നവീകരിക്കേണ്ടതായിട്ടുണ്ട്. നഗരവാസികൾക്ക് അവരുടെ വിശ്രമ സമയങ്ങൾ ചിലവഴിക്കുവാനുള്ള ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ കൂടുതലായി ഒരുക്കുന്നത് നഗരത്തിൻ്റെ തന്നെ ശോഭ വർദ്ധിപ്പിക്കുന്ന ഒന്നായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇനി തിരുവനന്തപുരത്ത് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു സെൽഫി പോയിൻ്റ് ഉണ്ട്, മറക്കാതെ അത് കാണുവാൻ ശ്രമിക്കുക. പകൽ സമയത്തും നമുക്ക് അതിൻ്റെ മുന്നിൽ നിന്നും ഒരു ഫോട്ടോ എടുക്കാവുന്നതാണ്. അപ്പോൾ വിട പറയുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം.